ലൈവില് അർജുനും സിജോയും ഇരുന്ന് സംസാരിക്കുകയാണ്. അവര് നോമിനേഷനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആഴ്ച ആരൊക്കെ നോമിനേഷനിൽ വന്നാലാണ്, ആരൊക്കെയാണ് പുറത്തു പോവുക, ആരൊക്കെയാണ് വരേണ്ടത് എന്നൊക്കെ സംസാരിക്കുന്നുണ്ട് സിജോ ഇരുന്നിട്ട്. സിജോ പറയുന്നുണ്ട് റസ്മിൻ എന്തായാലും നോമിനേഷനിൽ ഉള്ളത് കൊണ്ട് ബാക്കി എല്ലാവരും രക്ഷപ്പെടും എന്നാണ് തോന്നുന്നത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആഴ്ചയിൽ അവിടെ വരേണ്ട ആൾക്കാർ നോറ വരണം, അൻസിബ വരണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ സിജോ പറയുന്നുണ്ട് ശ്രീതു വന്നു കഴിഞ്ഞാലും ശ്രീതുവിനെ ഈ ആഴ്ച എന്തായാലും സേഫ് ആവുമെങ്കിലും പക്ഷേ തുടർന്ന് അങ്ങോട്ട് സേഫ് ആവുമോ എന്ന് എനിക്ക് പറയാനായിട്ട് കഴിയില്ല എന്ന് അർജുൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞല്ലോ ശ്രീതുവിന് സ്വന്തമായിട്ടൊരു ഗെയിം ഇല്ല എന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞല്ലോ എന്ന് അർജുൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അർജുൻ നിന്നിട്ട് മൂളുന്നുണ്ട് കേട്ടോ. അവിടെ ശ്രീതുവിനെ കുറിച്ച് പറയാണ് സിജോ ആ സമയത്ത്. എന്നിട്ട് ഇവരെല്ലാവരും കണക്ക് കൂട്ടിയിരിക്കുന്നത് ഈ ആഴ്ച റസ്മിൻ പോവും, പിന്നെ റസ്മിന്റെ കൂടെ ആര് പോകും എന്നുള്ളൊരു കാര്യമാണ് ഇവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ഇവർ സംസാരിക്കുന്ന മറ്റൊരു കാര്യം ഇവിടെ നോറയെ കുറിച്ചാണ്. നോറ ഇവിടെ ഒരു ഡിഫറെന്റ് ഗെയിമാണ് പവർ റൂമിൽ കയറിയതിനു ശേഷം കാണിച്ചിട്ടുള്ളത് എന്ന് സിജോ പറയുന്നുണ്ട്. ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനാണ് നോറയ്ക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം, ഒരിക്കലും ഒരു ഗ്രൂപ്പ് ഗെയിമർ അല്ല നോറ എന്ന് പറയുന്നുണ്ട്. അവിടെ പവർ റൂമിൽ കയറിയപ്പോൾ തന്നെ നോറ ഗെയിം ആ രീതിയിൽ തന്നെ മാറ്റി പിടിച്ചു. അവിടെ ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡിൽ എന്ത് സംസാരിക്കണം, എങ്ങനെ വരണം എന്നതിനനുസരിച്ചാണ് നോറ കൈകാര്യങ്ങൾ ചെയ്തത്. അവരൊപ്പം നിൽക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഗെയിം കളിക്കുന്നതെന്ന് വരുത്തി തീർക്കായിരുന്നു പ്രേക്ഷകർക്കിടയിൽ നോറ. അവർ ഗ്രൂപ്പായിട്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എനിക്ക് മറ്റൊരു തീരുമാനമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ നോറ അവിടെ കാണിച്ചു. ഇപ്പോൾ ജാസ്മിൻ എല്ലാവരോടും വന്നിരിക്കാൻ പറഞ്ഞ സമയത്ത് നോറ അവിടെ വന്നിരുന്നു. പക്ഷെ നോറ ആ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടത്തോടു കൂടി വന്നിരുന്നല്ല, അവിടെ വന്നിരുന്നുകൊണ്ട് പലരുടെ അടുത്തും ചോദ്യങ്ങൾ ചോദിക്കുകയും ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്ന നോറേനെയാണ് കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ നോറ അവിടെ ഞാൻ മനസ്സോടുകൂടി വന്നിരുന്നതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുന്ന കാര്യമല്ല എന്ന് സിജോ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ സംസാരിക്കുന്നത് നോമിനേഷനിൽ ഇനി നെക്സ്റ്റ് പോകാനുള്ള മത്സരാർത്ഥികൾ ആരൊക്കെയാണ് എന്നുള്ളൊരു കാര്യമാണ്. കൂട്ടത്തിൽ അഭിഷേകിനെ കുറിച്ചും പറയുന്നുണ്ട്. അഭിഷേക് എന്ന് പറയുന്ന മത്സരാർത്ഥി ഫസ്റ്റത്തെ ആ വന്ന ആഴ്ച ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ആണ് ഇപ്പോഴും അവിടെ അഭിഷേകിനെ നിലനിർത്തുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് അഭിഷേകിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ഇവിടെ പവർ റൂമിൽ കയറിയിട്ടും അവിടെ ഒന്നും ചെയ്യാനായിട്ട് അഭിഷേകിന് സാധിച്ചിട്ടില്ല. ഇനിയെങ്കിലും അഭിഷേകിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അഭിഷേകിനെ എല്ലാവരും പിടിച്ചു നിർത്തുന്നത്. അതിലുപരിയായിട്ട് അവിടെ അഭിഷേകിനേക്കാൾ വീക്കായിട്ടുള്ള മത്സരാർത്ഥികൾ നോമിനേഷനിൽ വരുമ്പോൾ അഭിഷേക് സേവായി പോകുന്നതാണ് എന്നും സിജോ പറയുന്നുണ്ട്. എന്തായാലും എനിക്കിനി ഇറങ്ങി കളിച്ചേ പറ്റൂ, അല്ലാതെ ഞാനിവിടെ അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ കൊണ്ട് സംസാരിക്കാൻ മാത്രമേ കൊള്ളൂ എന്ന് പ്രേക്ഷകർ പറയും. അതുകൊണ്ട് എനിക്കിനി ഇറങ്ങി കളിച്ചേ തീരൂ എന്നാണ് സിജോയും അർജുനും ഇരുന്ന് സംസാരിക്കുന്നത്.